ഹരേ കൃഷ്ണ. അടുത്തത് സ്വയം പ്രഭാസ്തുതി. സീതാന്വേഷണാർത്ഥം ഹനുമാൻ സ്വാമി, അംഗദൻ തുടങ്ങിയ പ്രമുഖ വാനരന്മാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം വാനരന്മാർ തെക്കുദിക്കിലേക്ക് പോയി. ബഹുദൂരം നടന്നപ്പോൾ അവർക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതായി. അവർ അവിടെ ഒരു ഗുഹ കണ്ടു. ഇരുട്ടുള്ള ഗുഹയിൽ കയറി കുറെ ദൂരം ചെന്നപ്പോൾ അവിടെയെല്ലാം പ്രകാശമാനമായി കാണപ്പെട്ടു. നിർമ്മല ജലം നിറഞ്ഞ സരസ്സുകളും ധാരാളം ഫലങ്ങളുള്ള വൃക്ഷങ്ങളും കണ്ടു. അവിടെ അതിമനോഹരമായ ഒരു മണിമന്ദിരത്തിൽ ഒരു യോഗിനി ധ്യാനനിരതയായി ഇരിക്കുന്നതും കണ്ടു. അവർ പരസ്പരം പരിചയപ്പെട്ടു. തങ്ങൾ സീതാന്വേഷണാർത്ഥം പോകുന്ന വാനരന്മാരാണെന്ന് അറിഞ്ഞപ്പോൾ യോഗിനിക്ക് സന്തോഷമായി. യോഗിനി പറഞ്ഞു, വിശ്വകർമാവിൻ്റെ മകളായ ഹേമയുടെ സഖിയായ ഒരു ഗന്ധർവ സ്ത്രീയാണ് താൻ എന്നും പേര് സ്വയംപ്രഭയാണെന്നും പറഞ്ഞു. ഹേമയുടെ നൃത്തം കണ്ട് സന്തുഷ്ടനായ ശ്രീപരമേശ്വരൻ നൽകിയതാണത്രേ ആ മണിമന്ദിരം. ഹേമ ജീവമുക്തിയായി ബ്രഹ്മലോകത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വയംപ്രഭയോട് പറഞ്ഞിരുന്നു, ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ തൻ്റെ പത്നിയെ അന്വേഷിച്ച് ഈ വഴി വരും എന്നും അദ്ദേഹത്തെ കണ്ട് സ്തുതിച്ച് വിഷ്ണുലോകം പ്രാപിക്കാമെന്നും. അങ്ങനെ ശ്രീരാമദേവനെ കണ്ട് സ്വയംപ്രഭ ഭഗവാനെ സ്തുതിക്കുന്നു. നമുക്ക് കേൾക്കാം സ്വയംപ്രഭ സ്തുതി. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗത്പതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപത സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി, വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഖമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുകൃതിനാം. രൂപന്തവേദം സദാ ഭാതു മാനസേ താപസന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്ര മിത്രാർത്ഥവിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്തഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണമീശാനം ആദിമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമഞ്ജരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ മർത്തൃവിഡംബനം ദേവ തേ ചേഷ്ടിതം. ചിത്തം നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ
നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ. ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായ വിഡംബനം നിർണയം കന്മഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തുത്കഥാപീയൂഷപാനസിദ്ധിക്കെന്നും ചൊല്ലുന്നിതു ചിലർ. മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോരതപഫലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനമായിട്ടഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നതു ചിലർ. സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാരനാശനത്തിൻ എന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചമ്പോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം. ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ ത്വൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടെ കേൾക്കുന്നതും നിത്യമായി. നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ പാദപങ്കേരുഹം. ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖ്യകപികുലസേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമഃ. രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. രാമായ രാമഭദ്രായ നമോ നമഃ. രാമചന്ദ്രായ നമസ്തേ നമോ നമഃ.